അവിടേക്ക് VS-നെ വഹിച്ചുകൊണ്ടുള്ള വാഹനം എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. വഴിയരികിൽ കാത്തു നിൽക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാം. പക്ഷേ അവർക്ക് മുന്നിൽ ആ വാഹനം നിർത്തില്ല. കാരണം ഇപ്പോൾ തന്നെ സമയം തെറ്റിയിരിക്കുന്നു. പ്രതീക്ഷിച്ച സമയക്രമങ്ങളൊക്കെ കടന്നുപോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനിയുള്ളവർ റിക്രിയേഷൻ സെന്ററിലേക്ക് എത്തുക എന്നത് മാത്രമാണ് മാർഗം. പക്ഷേ വഴിയരികിൽ VS-നെ കാത്ത് കുറേയധികം മനുഷ്യർ കാത്തു നിൽക്കുന്നത് നമുക്ക് കാണാം. റോഡിന് ഇരുവശവും VS-നെ കാത്ത് ആളുകളുണ്ട്. അവർക്കിനി റിക്രിയേഷൻ സെന്ററിൽ ചെന്നാൽ മാത്രമേ VS-നെ ഒരു നോക്ക് കാണാൻ കഴിയുള്ളൂ. കാരണം വാഹനം ഒരു പോയിന്റിലും നിർത്തുന്നില്ല. നേരെ റിക്രിയേഷൻ സെന്ററിലേക്കാണ് വാഹനം എത്തുന്നത്. അവിടെ ഒരു ജനസാഗരം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. VS-നെ അവസാനമായി ഒരു നോക്ക് കാണാൻ, VS-നെ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി അവർ കാത്തു നിൽക്കുകയാണ്. കനത്ത മഴയെയും അവഗണിച്ച് അവരുടെ കാത്തിരിപ്പ് അവിടെ തുടരുകയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ നമുക്ക് റിക്രിയേഷൻ സെന്ററിനുള്ളിൽ കാണാം. അവരും കാത്തിരിക്കുന്നു പ്രിയ സഖാവിന് അവസാനമായി വിട നൽകാൻ. വലിയ ചുടുകാട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാണ്. ഇപ്പോൾ CS സുജാതയെയും ജില്ലാ സെക്രട്ടറി ആർ നാസറിനെയും കാണാം. അവർ ആ വാഹനത്തിനൊപ്പം തന്നെയുണ്ട്. അല്പസമയത്തിനകം തന്നെ റിക്രിയേഷൻ സെന്ററിൽ ഒരുക്കിയിരിക്കുന്ന പൊതുദർശനത്തിനുള്ള ഇടത്തിലേക്ക് VS-ന്റെ ഭൗതിക ശരീരം എത്തിക്കും. അവിടെ ഇനി എത്ര നേരം പൊതുദർശനം തുടരും എന്നത് നമുക്കറിയില്ല. കാരണം അത്രമാത്രം ജനങ്ങൾ മണിക്കൂറുകളായി ഈ റിക്രിയേഷൻ സെന്ററിന് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട് VS-നെ അവസാനമായി ഒരു നോക്ക് കാണാൻ. വലിയ ചുടുകാട്ടിൽ കാത്തുനിന്നവരോടും പിന്നീട് DCC ഓഫീസിലെത്തിയവരോടുമൊക്കെ റിക്രിയേഷൻ സെന്ററിലേക്ക് എത്തൂ എന്നാണ് നേതാക്കൾ പറഞ്ഞത്. അവർ അത് പാലിച്ചുകൊണ്ടിപ്പോൾ ഇവിടെ തമ്പടിച്ചിട്ടുണ്ട്. അവരിൽ എല്ലാവർക്കും VS-നെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള അവസരം ഒരുക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ സംസ്കാര ചടങ്ങുകൾ നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പൊതുദർശനം എത്ര നേരം നീണ്ടുപോകും എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടുന്നതാണ്. നമുക്ക് മന്ത്രിമാരുടെ ഒരു നീണ്ട നിര തന്നെ കാണാം. വീണ ജോർജിനെ കാണാം, MP രാജേഷിനെ കാണാം. അങ്ങനെ മന്ത്രിമാരുടെ നീണ്ട നിര എവിടെയുണ്ട്. KN ബാലഗോപാൽ ഉണ്ടായിരുന്നു. അങ്ങനെ മന്ത്രിമാർ PA മുഹമ്മദ് റിയാസ് നേരത്തെ തന്നെ എത്തിയിരുന്നു. മന്ത്രിമാർ, MLA-മാർ, പൊതുപ്രവർത്തകർ, മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെ എത്തിയിരിക്കുകയാണ് VS-ന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ. അവർക്കിടയിലേക്ക് VS എത്തുകയാണ്. VS വെള്ളമുണ്ട്, അതിൻ്റെ ഒരു തുമ്പ് കയ്യിൽ ചേർത്ത് പിടിച്ചിറങ്ങി വരുന്ന എത്രയെത്ര ദൃശ്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. തെറുത്തുവെച്ച കൈയും ഒരു അറ്റം പിടിച്ച മുണ്ടിൻ്റെ ഒരറ്റം പിടിച്ച് VS ഇറങ്ങി വന്നിരുന്നു ഇതുപോലെ കാത്തിരുന്ന നേതാക്കൾക്കിടയിലേക്ക്. അവിടേക്ക് VS ഇപ്പോൾ ചേതനയറ്റ ശരീരമായി എത്തുകയാണ്. അവസാനമായി പ്രിയ നേതാക്കളുടെ, സഹപ്രവർത്തകരുടെ, സഹകാലികരുടെ ഒക്കെ ആദരവേറ്റുവാങ്ങി അവസാന യാത്രയ്ക്കായി VS അവിടേക്ക് എത്തുന്നു. വിലാപയാത്ര അല്പസമയത്തിനകം തന്നെ റിക്രിയേഷൻ സെന്ററിലെത്തും. അതിനുശേഷം അവിടെ പൊതുദർശനം. VS-നെ കാത്തു നിൽക്കുന്ന 100 മനുഷ്യരുണ്ട്. അവർക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനുള്ള അവസരമൊരുക്കണം. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, റിക്രിയേഷൻ സെന്റർ എത്തുന്നതിന് മുൻപ് റോഡിൽ VS-നെ കാത്തു നിൽക്കുന്ന എത്രയെത്ര മനുഷ്യർ, VS-നെ നെഞ്ചേറ്റിയ എത്രയെത്ര മനുഷ്യർ. അവർ എത്ര നേരമായി VS-നെ കാത്തു നിൽക്കുന്നു. വാഹനം നിർത്തിക്കൊടുക്കേണ്ടി വന്നിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. അത്രമാത്രം മനുഷ്യർ അവിടെ കൂടി നിൽക്കുമ്പോൾ അവരെ കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകാനാകില്ല. അവിടെ വാഹനം അല്പം ഒന്ന് നിർത്തി VS-നെ കാണാനൊരു അവസരം ഒരുക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ആലപ്പുഴയിലെ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് VS-നെയും വഹിച്ചുകൊണ്ടുള്ള വാഹനമെത്തും. അവിടെ പൊതുദർശനം, അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. അന്ത്യയാത്രയ്ക്കായി VS റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തുകയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ VS-നെ കാത്തിരിക്കുന്നു. അവിടെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും വളരെ നേരത്തെ തന്നെ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പൊതുദർശനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർണ്ണമാണ്. മഴയെ അവഗണിച്ചും കാത്തു നിൽക്കുന്ന 100 മനുഷ്യരുണ്ട്. VS-നെ അവസാനമായി ഒരു നോക്ക് കണ്ട് ഒരു മുദ്രാവാക്യം വിളിയോടുകൂടി പ്രിയ സഖാവിന് യാത്രയയപ്പ് നൽകാൻ ആലപ്പുഴയുടെ മണ്ണിലേക്ക് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 100 മനുഷ്യർ കാത്തു നിൽക്കുകയാണ്. അവിടെ അല്പസമയത്തിനകം തന്നെ VS എത്തും. വാഹനം റിക്രിയേഷൻ ഗ്രൗണ്ടിനോട് അടുക്കുകയാണ്.